കൊച്ചി കോർപ്പറേഷനിലെ വിമതർ കോൺഗ്രസിന് ഭീഷണിയല്ലെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് റിപ്പോർട്ടറിനോട്. വിജയസാധ്യതയുള്ള അനുയോജ്യരായ ആളുകളെയാണ് സ്ഥാനാർത്ഥികളാക്കിയത്. അതൃപ്തി ഉണ്ടാവുക സ്വാഭാവികമാണ്. പാർട്ടി തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തകരുടെ ഉത്തരവാദിത്തമെന്നും ഷിയാസ് പ്രതികരിച്ചു. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിലാണ് സ്ഥാനാർത്ഥി നിർണയം കൊച്ചിൻ കോർപ്പറേഷനിൽ ഞങ്ങൾ പൂർത്തിയാക്കിയത്. ഓരോ ഡിവിഷനുകളിൽ നിന്നും വന്ന പേരുകൾ, ആ പേരുകളിൽ നിന്ന് അനുയോജ്യരായിട്ടുള്ള ഏറ്റവും വിജയസാധ്യതയുള്ള ആളുകളെ ഞങ്ങൾ സ്ഥാനാർത്ഥിമാരാക്കി. അതിനകത്ത് സ്വാഭാവികമായും അതൃപ്തികളുണ്ടാകാം. പലർക്കും ആഗ്രഹമുള്ള ആളുകൾക്ക് അതൃപ്തികളുണ്ടാകാം. ഇത്തരത്തിൽ ആഗ്രഹങ്ങളുണ്ടാകുന്ന സ്ഥാനാർത്ഥിമാർ സ്വാഭാവികമായും തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അനുകൂലമായി ബാക്കിയുള്ള എല്ലാവരും തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി പ്രവർത്തകന്റെ ഉത്തരവാദിത്തം. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ DCC പ്രസിഡന്റ് പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. പക്ഷേ എറണാകുളത്ത് വലിയ രീതിയിൽ വിമതരുടെ സാന്നിധ്യമുണ്ട്. വലിയ പ്രതിഷേധങ്ങളും ഒരു വശത്ത് ഉയർന്നിരുന്നു. അത് പ്രശ്നമല്ല, ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടിക്കുന്നതല്ല എന്നാണോ പറയുന്നത്? തീർച്ചയായും സ്മൃതി, എറണാകുളം ജില്ലയെ സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷനിലാണ് ഏറ്റവും വലിയ ഭീഷണി കോൺഗ്രസ് നേരിടുന്നത്. ഏറ്റവും അധികം വിമതർ മത്സരിക്കുന്നത് കൊച്ചി കോർപ്പറേഷനിൽ തന്നെയാണ്. 13-ലധികം ഡിവിഷനുകളിലാണ് കോൺഗ്രസ് വിമതർ മത്സരിക്കുന്നത്. എന്നാൽ ഈ ഒരു വിമതരൊന്നും തന്നെ ഒരു തരത്തിലും കോർപ്പറേഷനിലെ മത്സരത്തെ സംബന്ധിച്ച് ഭീഷണിയല്ല എന്നുള്ളതാണ് DCC പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് വ്യക്തമാക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം പതിവിൽ നിന്ന് വിപരീതമായി വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഇത്തവണ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ വിജയ സാധ്യത മുൻനിർത്തിയുള്ളൊരു പ്രകടനം തന്നെയായിരുന്നു കോൺഗ്രസ് നടത്തിയിരുന്നത്. വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇത്തവണ നിശ്ചയിച്ചിരിക്കുന്നത്. ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതൃപ്തിയുള്ള ആളുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നുള്ളതാണ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു വെക്കുന്നത്. അവരൊക്കെ തന്നെ വീണ്ടും ചർച്ചകളിലൂടെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുള്ളതും ഷിയാസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഷിയാസ് ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു, പേയ്മെന്റ് സീറ്റുകളാണ് പലതും എന്നുള്ളതായിരുന്നു ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. വിശേഷം പല ജില്ലാ പഞ്ചായത്ത് സീറ്റുകളും ഷിയാസ് പണം വാങ്ങി ചില ആളുകൾക്ക് വിട്ടുകൊടുത്തു എന്നുള്ള ആരോപണം ഉൾപ്പെടെ കോൺഗ്രസിലെ ഒരു വിഭാഗം ഗ്രൂപ്പ് നേതാക്കൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ CPM-ന്റെ അടിസ്ഥാനരഹിത ആരോപണങ്ങളാണ് എന്നുള്ളതാണ് ഷിയാസ് പറഞ്ഞു വെക്കുന്നത്. വലിയ വിജയം എറണാകുളം ജില്ലയെ സംബന്ധിച്ചുണ്ടാകും. കൊച്ചി കോർപ്പറേഷൻ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ തിരിച്ചുപിടിക്കുമെന്നുള്ളതാണ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ വോട്ടിംഗിന് മുൻപായി എല്ലാ തരത്തിലുള്ള വിമത നീക്കങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും ഷിയാസ് വ്യക്തമാക്കി. ശരി, കൊച്ചി കോർപ്പറേഷനിലെ വിമത നീക്കത്തിലാണ് മുഹമ്മദ് ഷിയാസിന്റെ പ്രതികരണം.